ഞാൻ ഇവിടെ പഠിച്ചത് 2000 മുതൽ 2003 വരെയുള്ളതായ കാലഘട്ടത്തിലാണ്. ഞങ്ങൾക്ക് സഹോദരിമാർക്ക് പഠിക്കുവാനായിട്ട് താഴത്തുമണ്ണിലുള്ളതായ വുമൺസിൻ്റെ ഹോസ്റ്റലിനോട് ചേർന്നായിരുന്നു ഞങ്ങളുടെ പഠനകാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ നിന്ന് ഓർക്കുകയായിരുന്നു. വളരെ ഞങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞങ്ങളിവിടെ എത്തും. ആ സമയത്ത് പിറ്റേ ദിവസം ഞങ്ങളുടെ മോളി ആൻറ്റി ഞങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോളേജിലേക്ക് കടന്നു വരുന്നതായ ഒരു പതിവുണ്ട്. താൻ കടന്നു വന്ന് ഓരോ റൂൾസും വായിക്കും, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങളോട് സംസാരിക്കും. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഓരോ വർഷങ്ങളും ആരംഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനും ഇവിടെ പഠിക്കുവാൻ കടന്നു വന്ന് പറഞ്ഞതായ കാര്യങ്ങളെല്ലാം കേൾക്കുവാനിടയായി തീർന്നു. പലർക്കും കേൾക്കുമ്പോൾ തന്നെ ആകെ ഭയമാകും. എങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത്, എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലരും കടന്നു പോയവരുണ്ട്. എന്നാൽ ദൈവകൃപയാൽ എനിക്ക് 3 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ പഠിക്കുവാനും ഇവിടെയുള്ളതായ ശിക്ഷണങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ഏറ്റുവാങ്ങുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പഠിപ്പിച്ചതായ അധ്യാപകരെ മുമ്പേ കർത്തൃദാസൻ പറഞ്ഞതുപോലെ തന്നെ ആരെയും ഇത് ഞാൻ മറന്നുപോയിട്ടില്ല. എല്ലാവരെയും നല്ലപോലെ ഓർമ്മയുണ്ട്. പഠിപ്പിച്ച കാര്യങ്ങൾ പലതും പക്ഷേ മറന്നുപോയേക്കാം, എങ്കിലും എല്ലാം പലതും എല്ലാ ടീച്ചേഴ്സിനെയും നന്നായി ഓർക്കുന്നു. വിശേഷാൽ ആനിയാൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് പ്രയോജനപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ എപ്പോഴും FTICW ഞാൻ പഠിച്ചത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളാണ്. ഓരോ ദിവസവും ആരംഭിക്കുന്നത് രാവിലെ 5 മണിക്ക് റൂം പ്രയറുമായിട്ടാണ് ആരംഭിക്കുന്നത്. 5 മുതൽ 5:30 വരെ ഞങ്ങളുടെ റൂം പ്രയറാണ്. അത് കഴിഞ്ഞ് 5:30 മുതൽ 6 മണി വരെ ഞങ്ങൾ ഒന്നിച്ച് പ്രയർ ഹാളിൽ കടന്നു വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ഞങ്ങൾ പലരും പല കാര്യങ്ങൾക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കായിട്ട് പോയിട്ട് ക്ലാസ് ടൈം ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലൈബ്രറി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പോയി എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും മിക്കവാറും സ്റ്റുഡൻസ് കോറിഡോറുകൾ പെട്ടെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന തിരക്കാണ്. മിക്കവാറും ഉള്ള എല്ലാ കോറിഡോറിലും ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കും ഒക്കെ ആയിട്ട് എല്ലായിടത്തും പ്രാർത്ഥന മാത്രമാണ്. ആ സമയത്ത് ആ ബിൽഡിങ്ങിലേക്ക് കടന്നു വന്നാൽ ഓരോ മൂലയിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കാനുള്ളത്. അത്രത്തോളം കണ്ണുനീരോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അന്നുണ്ടായിരുന്നു. ഇന്നെങ്ങനെയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഹല്ലേലൂയ, അന്നത്തെ ആ പ്രാർത്ഥനാ ദിനങ്ങൾ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ആ ഒരു കോറിഡോറും പ്രാർത്ഥനകളും മാത്രമാണ്. എപ്പോഴും അത് ഞങ്ങളെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ പ്രാർത്ഥനയാണ്. ആമേൻ, ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്നും ആ പ്രാർത്ഥനകളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ അന്ന് കോശാൻ്റെതായ വാക്കുകളൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. വിശ്വാസത്തിലുള്ളതായ ആ ജീവിതം, അത് ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അന്ന് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയതായ ഓരോ വിദ്യാർത്ഥിക്കും അത് പറയാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിലുള്ളതായ ഒരു ജീവിതം എങ്ങനെയെന്ന് കർത്താവിൻ്റെ ദാസനെന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്ന വാക്കുകളാണതൊക്കെ. വളരെയധികം അത് ഇന്നും എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനകളും വിശ്വാസത്തിലുള്ളതായ ആ ജീവിതവും ദൈവം എന്നെ ഇത്രത്തോളം നിർത്തുവാനിടയായിത്തീർന്നു. ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ നിൽക്കുവാൻ്റെ കൊണ്ടുള്ളതായ ഒരു ബലം ഏറ്റെടുത്ത് ഇവിടെ നിന്ന് മടങ്ങുവാൻ്റെ കൊണ്ട് ദൈവമായ കർത്താവ് സഹായിച്ചു. തുടർന്ന് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനും ആ ഒരു നിലയിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയം അനുവദിച്ചെന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നു.